ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? ഇന്ന് ഞാൻ എൻ്റെ സിംബയുടെ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് കാണിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സിംബ, വീഡിയോസ് ലൈക്ക് ചെയ്യാൻ പറയടാ. സിംബ ഇങ്ങോട്ട് നോക്കിക്കേ. നീ എന്താ ഇന്ന് രാവിലെ ചെയ്തേ? കാണിക്കാൻ പോവാ ഞാൻ കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. പറഞ്ഞേ, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് കടിക്കാനല്ല പറഞ്ഞേ, ഇവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, ലൈക്ക് ചെയ്യാൻ പറ, ഷെയർ ചെയ്യാൻ പറ. ഇങ്ങോട്ട് നോക്കിക്കേ. നീ എന്താ ചെയ്തേ ഇന്ന്? ഈ കുരുത്തം കെട്ട ചെറുക്കൻ എനിക്ക് പണി തരാനായിട്ട് അവൻ ഇറങ്ങിപ്പോയേക്കോ. നിങ്ങളൊന്ന് വീഡിയോ കണ്ടിട്ട് വാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താടാ, ഷെയർ ചെയ്യാൻ പറയടാ. അപ്പോൾ വീഡിയോയിലോട്ട് വാ. ഹലോ, ഇത് കണ്ടോ, ഞാൻ ടെറസയിൽ തുണി വിരിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ്ട് തുണിയും ബക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്ന സമയത്ത് ഇവന് എൻ്റെ കൂടെ ഇങ്ങ് ചാടി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം താഴെ ഇട്ടിട്ട് ഇവൻ്റെ പുറകെ പോവുള്ളൂ. താഴോട്ട് വീണാലുണ്ടല്ലോ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ബാ വീട്ടിൽ പോം കേട്ടോ. താഴെ പൊക്കോ. പിടിച്ച് നിന്നെ അവന്മാർ വിടത്തില്ല നിന്നെ. ചിമ്പ പിടിച്ച് നിന്നെ ആർച്ചി. അവനെ പിന്നെ പിടിച്ചോണ്ടൊന്നും പോക്ക് നടക്കത്തില്ല. അവനെന്നെ ആന്തി കീറും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു തരത്തിലൊക്കെ വിളിച്ചോണ്ട് പോവുള്ളൂ. പിന്നെ ജൂഡിയും ആർച്ചിയും ഉള്ളതുകൊണ്ട് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിടാൻ സമ്മതിക്കില്ല. കിളിയൊന്നും നിനക്ക് പിടിക്കാൻ പറ്റത്തില്ല. ബാ നമ്മ കാണിക്കാം. ബാ. കിളികളുടെ ഒച്ച കേട്ടിട്ട് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. ഭാഗ്യത്തിന് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചാടാൻ പറ്റില്ല. ചട്ടിക്കകത്തൊക്കെ കയറി പോവാ അവൻ്റെ പരിപാടി. എവിടെ കയറി പോവാ? ഇങ്ങോട്ടിറങ്ങിക്കേ. ആണ്ടേ പോയി. ഡാ സിംബ, പിടിച്ചോ ആർച്ചി പിടിച്ചോ അവനെ. ഇങ്ങോട്ട് വാങ്ങിക്കേ. ചാരുവോ വല്ലതും ആണെങ്കിൽ ഇത്ര സമയം കൊണ്ട് മതിലിയാടി അപ്പുറത്ത് പോയേനെ. സിംബ ആയതുകൊണ്ട് പേടിക്കേണ്ടതില്ല. കാരണം ഇവനെ പുറത്തുനിന്ന് അലഞ്ഞു തിരിഞ്ഞ് വീട്ടിൽ കുഞ്ഞിലേ ആയതുകൊണ്ട് അവന് ഇറങ്ങിപ്പോകാൻ ചാൻസ് ഇല്ല. എന്നാലും എനിക്കൊരു ധൈര്യമില്ല അവനെ തന്നെ ഇവിടെ ഇങ്ങനെ വിടാനായിട്ട്. അങ്ങോട്ട് അപ്പുറത്തൊക്കെ ചാടിപ്പോയെങ്കിലോ, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഇവിടെ സ്ഥിരം അപ്പുറത്തെ താഴെ ഇവർ ജനലിൽ കൂടെ കാണുന്നതേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുകളിൽ കൊണ്ടുവരാറുണ്ട് ഇവരെ. പക്ഷേ സിംബനെ ആകുമ്പോൾ എനിക്ക് ട്രസ്റ്റ് ചെയ്യാം, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചാടുകയില്ല എന്നുള്ളത്. എന്നാലും പറയാൻ പറ്റത്തില്ല, അവൻ ഇപ്പോൾ ഇച്ചിരി ഓവർ സ്മാർട്ട് ആവുന്നുണ്ട്. ഇവൻ്റെ അമ്മയും അപ്പനും ഇപ്പോഴും ഉണ്ട് പുറത്ത്. അവർ ഇപ്പോൾ പല ലിറ്ററായി കഴിഞ്ഞ 2 വർഷം കൊണ്ട്. ആ പിള്ളേരെയും ഞാൻ തന്നെ ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ അവരൊക്കെ ഇറങ്ങി ഞാൻ വീട്ടിലോട്ടൊന്നും കയറ്റിയില്ല. ഇവനെ പിന്നെ പാവം തന്നെ ആയിപ്പോയെന്ന് തോന്നുന്നു. അമ്മ പിന്നെ ഫുഡൊന്നും കൊടുത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിലെടുത്തുകൊണ്ട് വന്നതാണ് കുഞ്ഞിലെ. ഇതിൻ്റെ പുറകിൽ, ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള സ്ഥലത്ത് മാന്തി വലിഞ്ഞു കയറാനൊക്കെ ശ്രമിച്ചാന്ന് തോന്നുന്നു ഇപ്പുറത്ത് വരാനായിട്ട്. കാരണം ഇവിടെ പൂച്ചയുടെ സൗണ്ട് ഉള്ളതുകൊണ്ട്. പക്ഷേ കുഞ്ഞല്ല, അവൻ അത്രയും വലിയ മതിലൊന്നും ചാടിക്കയറാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് കിട്ടിയപ്പം കൈയുടെ ഫുള്ള് പോസ് മൊത്തം തൊലിയൊക്കെ പോയി ചോര ഒലിച്ചാണ് എനിക്ക് അവനെ കിട്ടിയത്. പാവം ഒത്തിരി ആ കോൺക്രീറ്റിലെല്ലാം മാന്തിയാണ് കരഞ്ഞ് രാത്രി മൊത്തം എനിക്ക് ഈ പൂച്ചക്കുഞ്ഞ് കരയുന്ന ഒച്ച കേൾക്കാം. ഞാൻ 2-3 ദിവസമൊക്കെ ഞാൻ തപ്പി നടന്നു ഇതെവിടെ ഈ കരച്ചിൽ കേൾക്കുന്നതെന്ന്. പക്ഷേ കാണാൻ പറ്റിയില്ല. കാരണം ഞാൻ ആ മതിൽ ചാടി അപ്പുറത്ത് പോയി നോക്കുന്നുണ്ടെ എനിക്ക് തോന്നുന്നു ആ പുറകിലൊരു സ്ഥലം പോലുണ്ട്. പിന്നെ ഞാൻ ആ അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരോട് പറഞ്ഞു ഇവിടെ പൂച്ചക്കുഞ്ഞ് കരയുന്നുണ്ട്, ഞാൻ കയറി നോക്കിക്കോട്ടെ എന്ന് ചോദിച്ച് അവരവിടെയൊക്കെ നോക്കിയിട്ട് പൂച്ചക്കുഞ്ഞൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടു. ഞാൻ ഓക്കെ എന്നാൽ അവിടെ ഇല്ലയെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ എനിക്ക് തോന്നിയായിരിക്കുമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഇവൻ എങ്ങനെയാണ് എൻ്റെ കാറിൻ്റെ ബോണറ്റിനകത്ത് കയറിയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ഇവനെ എനിക്ക് കിട്ടിയത്. എൻ്റെ സ്വത്താവന്. അധികം നേരം ഇവനെ ഇവിടെ ചുറ്റാൻ വിടാൻ പറ്റത്തില്ല. അപ്പം ശരി, അവനെ പിടിച്ചകത്തിട്ടെ, ഇല്ലെങ്കിൽ അവൻ എനിക്ക് പണി തരും. അപ്പോൾ സിംബയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.